Hi students, 11th class chemistry Untitled Chapter States of Matter എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് States of Matter. എന്തായിരിക്കും matter എന്ന് പറഞ്ഞാൽ? Matter is anything that has mass and takes up space. Matter is anything that has mass and takes up space. നമുക്ക് matter definition has mass, takes up space. Okay. States of matter. മാറ്ററിന് പല സ്റ്റേറ്റ്സുകളുണ്ട്. മെയിൻ ആയിട്ട് 3 സ്റ്റേറ്റ്സ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. ഇറ്റ്സ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. ഈ സോളിഡ്സും ലിക്വിഡും ഗ്യാസും എല്ലാം ആറ്റംസ്, അതായത് പാർട്ടിക്കിൾസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ പറ്റി നമുക്ക് പറയാം. 5 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 സ്റ്റേറ്റ്. കൂടാതെ പ്ലാസ്മ സ്റ്റേറ്റ്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് സ്റ്റേറ്റ്, ഈ 2 സ്റ്റേറ്റും കൂടെ കൂടി 5 സ്റ്റേറ്റുകൾ നമ്മളിവിടെ ഇപ്പം കാണുകയാണ്. അത് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേറ്റും കൂടെ കണ്ടുപിടിച്ചു, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 6 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, Bose-Eienstein condensate, Fermionic condensate. Okay, 6 states of matter. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഓർക്കുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 6 സ്റ്റേറ്റിന്റെയും എന്താണ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഡെഫിനിഷൻ ഓഫ് എ സോളിഡ്. സോളിഡ് ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. Can change shape if altered. Solid can be crystalline. സോളിഡ് ക്യാൻ ബി അമോർഫസ്. നമ്മൾ സോളിഡിനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കും കേട്ടോ. ഒരു സോളിഡ്സിന് 2 ആയിട്ട് തിരിച്ചിരിക്കുന്നു: ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് റെഗുലർ റിപ്പീറ്റിംഗ് പാറ്റേൺ ഓഫ് പാർട്ടിക്കിൾ, അതായത് കറക്റ്റ് ഒരു ഓർഡർ ഉണ്ട് അതിന്. എന്നാൽ അമോർഫസ് എന്ന് പറഞ്ഞാൽ നോൺ റെഗുലർ പാറ്റേൺ ഓഫ് പാർട്ടിക്കിൾ ആണ്. എക്സാമ്പിൾ നിങ്ങൾക്ക് റബ്ബർ, പ്ലാസ്റ്റിക് ഒക്കെ അമോർഫസ് സോളിഡിന് എക്സാമ്പിൾ ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിൾ ആണ് സോൾട്ട്, ഡസ്ക്, സ്നോ, അങ്ങനെയുള്ളതെല്ലാം crystalline solids example ആണ്. The molecules of solids are located in a rigid structure and can only vibrate. നമുക്ക് ഇത് സോളിഡ് സ്ട്രക്ചറിന്റെ ഒരു സ്ട്രക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. The solids are crystalline like table salt, കറിയുപ്പ്, in which the atoms are arranged in a repeating pattern. Some solids are amorphous like glass. Glass amorphous ആണ് നമ്മൾ പഠിച്ചു. Solid state particles exhibit strong attraction due to their close arrangement. Particles are in motion similar to wiggling in your seats. ഇപ്പം നിങ്ങളുടെ സീറ്റ് സ്കൂളിലൊക്കെ വന്നാൽ സീറ്റുകൾ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു പൊസിഷൻ ഉണ്ടല്ലേ, അതുപോലെ ഈ സോളിഡ് പാർട്ടിക്കിളിനകത്ത് ആറ്റംസ് എല്ലാം അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് റെഗുലർ അറേഞ്ച്മെന്റ് ആണ് സോളിഡ്സിനകത്തുള്ളത്. സോളിഡ്സിന്റെ എക്സാമ്പിൾ നമുക്ക് ഐസ്, ചീസ്, ബ്രിക്സ്, വുഡ്, വാച്ച്, ഡയമണ്ട്, ഗ്ലാസ്, അങ്ങനെ എത്ര വേണേലും നമുക്ക് സോളിഡ്സിന് എക്സാമ്പിൾ പറയാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ് ആയി ലിക്വിഡ്. ഡെഫിനിറ്റ് വോളിയം ബട്ട് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ്. ഡെഫിനിറ്റ് വോളിയം ഉണ്ട് ലിക്വിഡിന്, പക്ഷേ ഷേപ്പ് ഡെഫിനിറ്റ് ആയിട്ട് പറയാൻ സാധിക്കത്തില്ല. എന്തായിരിക്കും? ടേക്ക് ഓൺ ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ദേ ആർ ഇൻ. ഏത് പാത്രത്തിലാണോ ലിക്വിഡ് എടുത്തിരിക്കുന്നത് ആ പാത്രത്തിന്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡിന്റെ ഷേപ്പ്. Liquids are often called fluids, substance that flow. Liquids can be poured. ഇപ്പൊ നമ്മൾ ഇവിടെ കാണുകയാണ് ലിക്വിഡിന്റെ ഷേപ്പ്. അതിന്റെ കണ്ടെയ്നർ അല്ലെങ്കിൽ വെസലിനെ ആശ്രയിച്ചാണ് ലിക്വിഡിന്റെ ഷേപ്പ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊരു ബീക്കറിൽ എടുത്തിരിക്കുന്നു. ഇതൊരു കോണിക്കൽ ഇതൊരു ഫ്ലാസ്ക് ആണ്. ആ ഫ്ലാസ്കിനകത്താണ് ലിക്വിഡിന്റെ ആ ഷേപ്പ് ഇരിക്കുന്നത്. A liquid is virtually incompressible and has definite volume but no definite shape. If you pour a liter of juice into several glasses, the shape of the juice has changed, but the total volume hasn't. ഇതാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം. Liquid particle behavior. Particles are more spread apart, but still have attraction between themselves. ലിക്വിഡിനകത്ത് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. എന്നാൽ സോളിഡിനെ അപേക്ഷിച്ച് അത് കൂടുതൽ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. The more the particles are attracted, the more slowly that a liquid will pour or മൂവ്. അതായത് വിസ്കോസിറ്റി എന്ന് പറയുന്നൊരു
പുതിയ ഡെഫിനിഷനാണ്. വിസ്കോസിറ്റി, ലിക്വിഡിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. ലിക്വിഡ്സിന്റെ എക്സാമ്പിള് പല എക്സാമ്പിൾ പറയാം അല്ലേ. നമ്മൾ കുടിക്കുന്ന വെള്ളം, ജ്യൂസ്, ഓയിൽ, മിൽക്ക്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, വിനെഗർ, ഇതെല്ലാം ലിക്വിഡ്സിന് എക്സാമ്പിൾ ആണ്. ഇവിടെ ഇപ്പൊ നമ്മള് ലിക്വിഡും സോളിഡും കണ്ടു. ഈ സോളിഡിനെ ലിക്വിഡ് ആക്കണമെങ്കിൽ സോളിഡിനെ ലിക്വിഡ് ആക്കാം, ലിക്വിഡിനെ സോളിഡ് ആക്കാം അല്ലെ. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഫ്രീസറിനകത്ത് വെള്ളം വെച്ച് ഐസ് ആക്കുന്നു. അവിടെ എന്താ നടക്കുന്നത്? ലിക്വിഡ് ഐസ് ആവും, സോളിഡ് ആവും. ഇഫ് temperature increases, the particle will shake faster and at a certain temperature they will break free of their shape. തെർമൽ എനർജിയുടെ കാര്യമാണ്. The temperature is called the melting point. സോളിഡ് ലിക്വിഡ് ആവുകയാണെങ്കിൽ ആ ടെമ്പറേച്ചർ പറയുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലോട്ട് പലതരത്തിലുള്ള കൺസെപ്റ്റുകൾ വരുവാണ്. ടെമ്പറേച്ചറിന്റെ കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ഒരു സോളിഡ് ലിക്വിഡ് ആകുന്ന ആ ടെമ്പറേച്ചർ ഞാൻ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫ്രീസറിനകത്ത് വെള്ളം വെച്ച് ഐസാക്കുന്ന കാര്യം പറഞ്ഞല്ലേ, അങ്ങനെയുള്ള ആ ടെമ്പറേച്ചർ പറയുന്നവരാണ് ഫ്രീസിംഗ് പോയിന്റ്. വെൻ ദ ഓപ്പോസിറ്റ് ഹാപ്പൻ, ലിക്വിഡ് സോളിഡ് ആവുന്നു, ദിസ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ഫ്രീസിംഗ് പോയിന്റ്. ഇപ്പൊ നിങ്ങൾ പഠിച്ചു ഫ്രീസിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും അല്ലേ. അന്നേരം ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ആകുന്നു, ഫിസിക്കൽ സ്റ്റേറ്റ് കൺവേർട്ട് ആകുന്ന ആ ടെമ്പറേച്ചറുകൾ, പല ടെമ്പറേച്ചറുകളുണ്ട്. അങ്ങനെ നമ്മൾ അതിനെ മെൽറ്റിംഗ് പോയിന്റ് എന്നും ഫ്രീസിംഗ് പോയിന്റ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നു. The freezing point is the temperature at which a substance changes from a liquid to solid. Liquid solid ആയി മാറുന്ന ഇതാണ് freezing point. How does this happen? The particles move slower until they are close together. ഇതാണ് freezing point. അടുത്ത boiling point എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. The boiling point is the temperature at which a substance changes from a liquid to a gas. അടുത്ത സ്റ്റേറ്റ് ഗ്യാസ്. ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്ന ആ ടെമ്പറേച്ചറിനെയാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഹൗ ഡസ് ദ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ചേഞ്ച് ആസ് ഇറ്റ് നിയർ ദ ബോയിലിംഗ് പോയിന്റ്? ദ പാർട്ടിക്കിൾ മൂവ് ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ അണ്ടിൽ ദേ എസ്കേപ്പ് ഫ്രം ദ ലിക്വിഡ്. ടെമ്പറേച്ചർ കിട്ടുമ്പോൾ നമ്മുടെ ലിക്വിഡിനകത്തുള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നു ഫാസ്റ്റർ ആയിട്ട്. എന്നിട്ട് അവിടുന്ന് ലിക്വിഡിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക. എന്നിട്ട് അത് എന്തായി മാറുന്നു? ഗ്യാസ് ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഗ്യാസിന്റെ ഡെഫിനിഷൻ? ഗ്യാസ് no definite shape and no definite volume. Take on the shape of the container they are in, can be compressed. Gas can be compressed. Behavior of gases. Particles are so far apart that there is little or no attraction between them. വളരെ ദൂരത്തിലാണ് പാർട്ടിക്കിൾസ് നിൽക്കുന്നത്, അതുകൊണ്ട് വലിയ അട്രാക്ഷൻ ഒന്നും അവർ തമ്മിലില്ല. Particles are crashing into each other. Some slow down, others speed up. These particles have the highest energy. ഗ്യാസിന് എക്സാമ്പിൾ സ്റ്റീം, സ്മോഗ്, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ടിയർ ഗ്യാസ്, കണ്ണീർ വാതകം. പോലീസൊക്കെ വന്ന് നമ്മൾ ലഹളക്കാരെയൊക്കെ പിരിച്ചുവിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാതക ടിയർ ഗ്യാസ് അല്ലെ. ഹീലിയം, ഇതൊക്കെ ഗ്യാസിന് എക്സാമ്പിൾ ആണ്. ഇവിടെ ഫേസ് ചേഞ്ച്, പലതരത്തിലുള്ള ഫേസ് ചേഞ്ച് ആണ്. ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഗ്യാസ് ആകുന്നു. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ലിക്വിഡ് ആകുന്നു. മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ സോളിഡ് ലിക്വിഡ് ആകുന്നു. ഫ്രീസിംഗ് ലിക്വിഡ് സോളിഡ് ആകുന്നു. സബ്ലിമേഷൻ സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആകുന്നതിനാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ഫേസ് ചേഞ്ചസ് ആണ്. ഡ്രൈ ഐസ് ഗോസ് ഡയറക്ട്ലി ഫ്രം ദ സോളിഡ് ടു ദ ഗേഷ്യസ് സ്റ്റേറ്റ്, അതാണ് സബ്ലിമേഷൻ എക്സാമ്പിൾ ആണ്. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ ഫ്രോസൺ കാർബൺ ഡയോക്സൈഡ് ആണ്. ഇതൊക്കെയാണ് പലതരത്തിലുള്ള ഫേസ് ചേഞ്ച്. എന്നിട്ട് ഈ ഇവാപറേഷൻ, കണ്ടൻസേഷൻ, മെൽറ്റിംഗ്, ഫ്രീസിംഗ്, സബ്ലിമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ള കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിരിക്കണം. നമ്മൾ ഇവിടെ ഫേസ് ചേഞ്ചിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫേസ് ചേഞ്ച് സോളിഡ് ടു ലിക്വിഡ് ആണെങ്കിൽ മെൽറ്റിംഗ്. ഹീറ്റ് മൂവ്മെന്റ് ഡ്യൂറിംഗ് ഫേസ് ചേഞ്ച്, ഹീറ്റ് ഗോസ് ഇൻ ടു ദ സോളിഡ് ആസ് ഇറ്റ് മെൽറ്റ്. ലിക്വിഡ് ടു സോളിഡ് ആണെങ്കിൽ ഫ്രീസിംഗ് എന്ന് പറയും. ഹീറ്റ് ലീവ്സ് ദ ലിക്വിഡ് ആസ് ഇറ്റ് ഫ്രീസസ്. സോളിഡ് ടു ഗ്യാസ് ആണെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയും. ഹീറ്റ് ഗോസ് ഇൻ ടു സോളിഡ് ആസ് ഇറ്റ് സബ്ലിമേറ്റ്. ലിക്വിഡ് ടു ഗ്യാസ് ആണെങ്കിൽ വേപ്പറൈസേഷൻ, വിച്ച് ഇൻക്ലൂഡ്സ് ബോയിലിംഗ് ആൻഡ് ഇവാപറേഷൻ. വേപ്പേഴ്സ് ആകുമ്പോൾ അവിടെ എന്തുണ്ടാകും? ബോയിലിംഗും ഇവാപറേഷൻ നടക്കുന്നു. ഹീറ്റ് ഗോസ് ഇൻ ടു ദ ലിക്വിഡ് ആസ് ഇറ്റ് വേപ്പറൈസ്. ഗ്യാസ് ടു ലിക്വിഡ് കണ്ടൻസേഷൻ, ഗ്യാസ് ലിക്വിഡ് ആകുന്നത് കണ്ടൻസേഷൻ എന്ന് പറയും. ഹീറ്റ് ലീവ്സ് ദ ഗ്യാസ് ആസ് ഇറ്റ് കണ്ടൻസസ്. ഇത്രയും കാര്യങ്ങളാണ് ഫേസ് ചേഞ്ചിലുള്ളത്. ഫേസ് ചേഞ്ച് ഓഫ് മാറ്റർ നമ്മൾ മെയിനായിട്ട് 3 സ്റ്റേറ്റ് ആണ് നമ്മുടെ: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്.
സോളിഡിന്റെ നമ്മളിവിടെ കാണുകയാണ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആകുന്നു, അതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഈ ഗ്യാസ് സോളിഡ് ആകുന്ന ഡിപ്പോസിഷൻ എന്ന് പറയുന്നു. അതുപോലെ സോളിഡ് ലിക്വിഡ് ആവുന്നതാണ് മെൽറ്റിങ്, ലിക്വിഡ് സോളിഡ് ആവുന്നതാണ് ഫ്രീസിങ്. ഇനി ഗ്യാസും ലിക്വിഡും തമ്മിൽ ലിക്വിഡ് ഗ്യാസ് ആകുന്നതാണ് ഇവാപറേഷൻ. അതുപോലെ ഗ്യാസ് ലിക്വിഡ് ആകുന്നതാണ് കണ്ടൻസേഷൻ. ഗ്യാസ് ലിക്വിഡ് ആകുന്ന കണ്ടൻസേഷൻ. ഇതും നിങ്ങളുടെ മനസ്സിലായിട്ട് വേണം. ഫേസ് ചേഞ്ചസ് ഓഫ് മാറ്റർ. ഓക്കെ, എന്താണ് ഫ്രീസിങ്, എന്താണ് ഇവാപറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് മനസ്സിൽ വേണം. ഇതൊക്കെ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ അടുത്ത ഇതിലേക്ക് നമുക്ക് പോകുമ്പോൾ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. അടുത്ത സ്റ്റേറ്റ് പ്ലാസ്മ, നാലാമത്തെ സ്റ്റേറ്റ് ആണ്. എ പ്ലാസ്മ ഈസ് ആൻ അയണൈസ്ഡ് ഗ്യാസ് and is the most common form of matter in the universe. Since the inside of stars are plasma. നക്ഷത്രങ്ങളിലേക്ക് അകത്തുള്ള ആ ഒരു സ്റ്റേറ്റ് ആണ് പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എ പ്ലാസ്മ ഈസ് ആൻ അയണൈസ്ഡ് ഗ്യാസ്. പ്ലാസ്മ 99% ഓഫ് ഓൾ ഓഫ് ദ മാറ്റർ ഇൻ ദ യൂണിവേഴ്സ്, പ്രപഞ്ചത്തില്, ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്ലാസ്മ. When matter occurs at extremely high temperature, like those found on the sun or other stars, it exists as plasma. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഒക്കെ കാണുന്ന ഹൈ ടെമ്പറേച്ചർ ആണെന്നറിയാം, അവിടെ കാണുന്ന ആ സ്ഥിതിവിശേഷമാണ് പ്ലാസ്മ സ്റ്റേറ്റ്. അടുത്ത ഒരു അഞ്ചാമത്തെ സ്റ്റേറ്റ്, പല സമയത്താണ് പല കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നത്. 1920 ബോസ്, നമ്മുടെ ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്, അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ കൂടെ കൂടി 5th സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കണ്ടുപിടിച്ചു. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇറ്റ് ഈസ് കോൾഡ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ദാറ്റ് എക്സിസ്റ്റ് അറ്റ് എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചർ. പ്ലാസ്മ എവിടെയായിരുന്നു? ഏത് സ്റ്റേറ്റ് ആയിരുന്നു? ഹൈ ടെമ്പറേച്ചർ ഉള്ളിലായിരുന്നു. എന്നാൽ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ലോ ടെമ്പറേച്ചർ, ലൈക്ക് ദോസ് റീച്ചിങ് അബ്സല്യൂട്ട് സീറോ. അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ -273 ഡിഗ്രി സെൽഷ്യസ് ഓർ 0 കെൽവിൻ. Particle move slowly that they behave as if they were just one particle. ഇതാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ലോ ടെമ്പറേച്ചർ എന്നുള്ള ഓർത്തിരിക്കുക. പ്ലാസ്മ ഹൈ ടെമ്പറേച്ചർ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പാർട്ടിക്കിൾ എക്സ്ട്രീംലി ക്ലോസ് ടുഗദർ. പാർട്ടിക്കിൾ barely move, only found at extremely cold temperature. Basically, Bose Einstein is a cold solid. Lowest energy of the 5 state. 5 സ്റ്റേറ്റിലെ ഏറ്റവും ലോവസ്റ്റ് എനർജിയാണ്. ആറാമത്തെ സ്റ്റേറ്റ് ഫെർമി അയോണിക് കണ്ടൻസേറ്റ്. എ ഫെർമി അയോണിക് കണ്ടൻസേറ്റ് ഇസ് എ സൂപ്പർ ഫ്ലൂയിഡ് ഫേസ് ആണ്, ഫോംഡ് ബൈ ഫെർമി അയോണിക് പാർട്ടിക്കിൾസ് അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്. ലോ ടെമ്പറേച്ചേഴ്സ് നമ്മുടെ ആരുമായിട്ടാണ്? ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഫെർമി അയോണിക് കണ്ടൻസേറ്റും ലോ ടെമ്പറേച്ചറിൽ പറയുന്നതാണ്. എ സൂപ്പർ ഫ്ലൂയിഡ് ഫേസ് ഫോംഡ് ബൈ ബോസോണിക് ആറ്റംസ് അണ്ടർ സിമിലർ കണ്ടീഷൻസ്. ഇതാണ് ഫെർമി അയോണിക് കണ്ടൻസേറ്റ്. ആറാമത്തെ സ്റ്റേറ്റ് ആണ്. ഇപ്പൊ നമ്മള് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനകത്തെ മാറ്റർ എന്താണ്, 6 സ്റ്റേറ്റിനെ പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞല്ലേ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ചിങ് ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആറ്റംസില് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോബിൾ ഗ്യാസ്, 18ാം ഗ്രൂപ്പിലെ എലമെന്റ്സ്. ആ നോബിൾ ഗ്യാസ് ഹീലിയം ഒരാറ്റം, അത് കഴിഞ്ഞ അതുപോലെ അനേകം ഹീലിയം ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ അവ തമ്മിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഉണ്ട്. അങ്ങനെയുള്ള അട്രാക്ഷനെയാണ് നമ്മൾ പറയുന്നത് വാണ്ടർവാൾ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആർ ദ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ ബിറ്റ്വീൻ ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾസ്. അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആർ നോൺ ആസ് വാണ്ടർവാൾ ഫോഴ്സസ്. വാണ്ടർവാൾ ഫോഴ്സസ് ഒരു അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആണ്. ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ കോവാലന്റ് ബോണ്ടും അയോണിക് ബോണ്ടും. അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ആറ്റംസ് മോളിക്യൂളിനകത്ത് സ്ട്രോങ് ബോണ്ടായിട്ട് നിൽക്കുന്നതാണ് കോവാലന്റ് ബോണ്ട്. അത് വേറെ ടൈപ്പ് ബോണ്ടിങ് ആണ്. ഇത് നമ്മൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ ബിറ്റ്വീൻ ദ ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾസ്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠനം നടത്തിയത് വാണ്ടർവാൾ എന്ന സയന്റിസ്റ്റ്, ഡച്ച് സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം ആണ് നമ്മൾ വാണ്ടർവാൾ ഫോഴ്സസ് എന്നാണ് ഇതിനെ കോമൺ ആയിട്ട് പേരിട്ടിരിക്കുന്നത്. വാണ്ടർവാൾ ഫോഴ്സസ്. Only a few elements can participate in hydrogen bond formation. ഈ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ഇന്റർമോളിക്കുലർ ഫോഴ്സസിൽ പെടുന്നതാണ്. ഹൈഡ്രജൻ ബോണ്ടിങ്. Intermolecular forces are divided into 3 forces: dispersion or London forces, dipole forces, dipole induced dipole forces.
ഇവിടെ ഡിസ്പേഴ്സൺ ഓർ ലണ്ടൻ ഫോഴ്സ്, ആദ്യത്തെ ഫോഴ്സ് ആണ്, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ് ഡിസ്പേർഷൻ ഓർ ലണ്ടൻ ഫോഴ്സ്. ഇവിടെ നിങ്ങൾ ഒരു പേര് കേൾക്കുക, ലണ്ടൻ. എന്താണ് ലണ്ടൻ? ലണ്ടൻ എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റ് ആണ്, ജർമ്മൻ ഫിസിസ്റ്റ് ആണ് കേട്ടോ, ജർമ്മൻ ഫിസിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഇതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള ബഹുമാനാർത്ഥമാണ് ലണ്ടൻ ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. ലണ്ടൻ ഫോഴ്സിന് വിളിക്കുന്ന വേറൊരു പേരാണ് ഡിസ്പേഴ്സൺ ഫോഴ്സ്. നമുക്ക് അന്നേരം ആ ഫോഴ്സ് എന്താണ് നമുക്ക് നോക്കാം. Dispersion force or London force. The London dispersion force is the weakest intermolecular forces. ഏറ്റവും ദുർബലമാണ്. The London dispersion force is a temporary attractive force that results when the electron in two adjacent atoms occupy position that makes the atom form temporary dipole. This force is sometimes called an induced dipole attracting. London forces are the attractive force that cause non-polar substance to condense to liquids and to freeze into solids when the temperature is lowered sufficiently. Then നമ്മളിവിടെ ഡിസ്പേഴ്സൺ ഫോഴ്സസ് ഓർ ലണ്ടൻ ഫോഴ്സസ് എന്ന് പറയുന്നത് നോൺ പോളാർ മോളിക്യൂൾസിന്റെ ഇടയ്ക്കുള്ള ഫോഴ്സിനെയാണ് ഡിസ്പേഴ്സൺ ഫോഴ്സസ് ഓർ ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാം രണ്ട് നോൺ പോളാർ ബോണ്ട്, അതായത് ഇവിടെ ഇലക്ട്രോൺസ് ആർ സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇലക്ട്രോൺ ക്ലൗഡ്സ് സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോണിക് ചാർജ്. കാരണം ഇത് രണ്ട് ആറ്റംസ് ആണ്, അത് നോൺ പോളാർ ആയിട്ടുള്ള രണ്ട് ആറ്റംസ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ഇവരിങ്ങനെ നിൽക്കുക, ഒരു അട്രാക്ഷൻ ഫോഴ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒന്നാമത്തെ ആറ്റം എയ്ക്ക് ഒരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഡൈപോൾ ഉടലെടുക്കും. ഇൻസ്റ്റന്റേനിയസ് പെട്ടെന്നൊരു ഡൈപോൾ. ആ ഡൈപോൾ ഉടലെടുക്കുമ്പോൾ അവിടെ തൊട്ടടുത്ത് കിടക്കുന്ന ആറ്റം ബിക്കും എന്തുണ്ടാകുന്നു? ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഉണ്ടാകുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിലൊരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഉണ്ടാകുന്നു. അതിന് കാരണം ആറ്റം എയ്ക്ക് ഉണ്ടാകുന്ന ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഡൈപോൾ മുഖാന്തരമാണ്. നമ്മുടെ മനസ്സിലേക്ക് വേണം, ഈ ലണ്ടൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് നോൺ പോളാർ ആറ്റംസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ് ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫലമായിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് അട്രാക്ഷൻ ഉണ്ടാകുന്നു. ഇത് വളരെ സ്മോൾ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന പാർട്ടിക്കിൾസിനാണ് ലണ്ടൻ ഫോഴ്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ലണ്ടൻ ഫോഴ്സസ് ആർ എക്സിബിറ്റഡ് ബൈ നോൺ പോളാർ മോളിക്യൂൾസ് because of temporarily correlated movements of electrons. This forces is a temporary force. Temporary, താൽക്കാലികമായിട്ടുള്ളതാണ്. These forces are always attractive. The interaction energy is inversely proportional to the sixth power of the distance between two interacting particles. Sixth power. Interaction energy is inversely proportional to the sixth power of the distance between the two interacting particles. Energy inversely proportional to 1/r⁶. എന്താണ് r എന്ന് പറഞ്ഞാൽ? r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾ. നമ്മളിപ്പോൾ രണ്ട് ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾ ആരൊക്കെയായിരുന്നു? നോൺ പോളാർ എയും നോൺ പോളാർ ബി ആറ്റത്തെയും കണ്ടായിരുന്നു. അവ തമ്മിലുള്ള ദൂരം, അതാണ് ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദ ഇന്ററാക്ഷൻ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സിക്സ്ത് പവർ എന്നുള്ള 1/r⁶ എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലോട്ട് വേണം. ദീസ് ഫോഴ്സസ് ആർ ഇമ്പോർട്ടന്റ് അറ്റ് ഓൺലി വെരി ഷോർട്ട് ഡിസ്റ്റൻസ്. അത് ഓർത്തിരിക്കുക. ദർ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ പോളറൈസബിലിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. നമ്മളിവിടെ കണ്ടതാണ് സിക്സ്ത് പവർ എന്ന് പറയുന്നത് 1/r⁶. ഇന്ററാക്ഷൻ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സിക്സ്ത് പവർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ two interacting particles, where r is the distance between two particles. These forces are important only at short distance, about 500 picometer ആണ് കേട്ടോ. ആ ഷോർട്ട് ഡിസ്റ്റൻസിലുള്ളതാണ് ഇത് കൂടുതലായിട്ട് എഫക്റ്റീവ് ആകുന്നത്. Their magnitude depends on the polarizability of the particle. നമ്മളിപ്പം പഠിച്ചത് ലണ്ടൻ ഫോഴ്സിനെ പറ്റിയാണ്, ഓർത്തിരിക്കുക. അടുത്ത ഫോഴ്സാണ് ഡൈപോൾ ഫോഴ്സ്. ഡൈപോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള ഡൈപോൾ മൊമെന്റ് ഉള്ള രണ്ട് മോളിക്യൂൾസ്. നമ്മുടെ ലണ്ടൻ ഫോഴ്സ് എവിടെയായിരുന്നു? നോൺ പോളാർ മോളിക്യൂൾസ് ഉള്ള ആറ്റത്തിന് തമ്മിലുള്ള ഇടയ്ക്കുള്ള ആ ഫോഴ്സിനെയാണ് എന്ത് പറഞ്ഞത്? ലണ്ടൻ ഫോഴ്സ് എന്ന് പറഞ്ഞത്. ഇവിടെ ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൈപോൾ പെർമനന്റ് ഡൈപോൾ, ഫോർ എക്സാമ്പിൾ HCl നിങ്ങൾക്കറിയാം, എച്ചിന് ഡെൽറ്റ പോസിറ്റീവും CLന് ഡെൽറ്റ നെഗറ്റീവും ആണ്. അങ്ങനെ പെർമനന്റ് ഡൈപോൾ ആണ്. അങ്ങനെ രണ്ട് HCl കൂടി ചേരുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഇന്ററാക്ഷൻ ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത്.
Dipole-dipole force act between the molecule possessing permanent dipole. Ends of dipole possess partial charges. Partial charges are always less than the unit electric charge. ഇനി ഇതിന്റെ പ്രത്യേകത, ഈ ഡൈപോൾ ഫോഴ്സിന്റെ പ്രത്യേകത, ദിസ് interaction is stronger than London forces. ലണ്ടൻ ഫോഴ്സിനേക്കാളും സ്ട്രോങ്ങർ ആണ്. ബട്ട് ഈസ് വീക്കർ ദാൻ അയൺ ഇൻട്രാക്ഷൻ. അന്നേരം ലണ്ടൻ ഫോഴ്സിനേക്കാളും സ്ട്രോങ്ങർ ആണ് ഡൈപോൾ ഇൻട്രാക്ഷൻ. അത് മനസ്സിലായല്ലോ. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡൈപോൾ. അതായത് ഇവിടെ ഇൻട്രാക്ഷൻ എനർജി ബിറ്റ്വീൻ സ്റ്റേഷനറി പോളാർ മോളിക്യൂൾ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R cubed, inversely proportional to R cubed. അന്നേരം എന്താണ്, interaction energy between stationary polar molecule is proportional to 1 by R cubed. 1 by R cubed. നമ്മൾ ലണ്ടൻ ഫോഴ്സ് എന്തായിരുന്നു, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 6th റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് ആയിരുന്നു. എന്നാൽ ഇവിടെ എന്താണ്, ഇവിടെ R ക്യൂബ്ഡിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. interaction energy between rotating polar molecule. Rotating എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞത് സ്റ്റേഷനറി പോളാർ മോളിക്യൂൾ ആണ് 1 by R ക്യൂബ്ഡിന്റെ എനർജി എന്ന് പറയുന്നത്. ഇവിടെ റൊട്ടേറ്റ് ചെയ്ത പോളാർ മോളിക്യൂൾ ആണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ദാറ്റ് ഈസ് 1 by R raised to 6. 1 by R raised to 6ന് തുല്യമായിരിക്കും. interaction energy between rotating polar molecule is double of the stationary polar molecule. Double of stationary polar molecule 1 by R raised to 6 ആണ്. where R is a distance between the polar molecule. നമ്മൾ ഇവിടെ മനസ്സിലാക്കിയ കാര്യം, ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ലണ്ടൻ ഫോഴ്സിനേക്കാളും സ്ട്രോങ്ങർ ആയിരിക്കും. ലണ്ടൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അതിന്റെ എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 by R raised to 6. ഇവിടെ എന്താണ് 1 by R ക്യൂബ്ഡ്. ഇനി റൊട്ടേറ്റ് ചെയ്യുന്നതാണെങ്കിൽ 1 by R raised to 6 എനർജി. ഡൈപോൾ ഇന്ററാക്ഷൻ നമ്മളിപ്പം പറഞ്ഞ HCl, രണ്ട് HCl ഡൈപോൾ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ളതാണ്. ഹൈഡ്രജൻ ഡെൽറ്റ പോസിറ്റീവും സിഎലിന് ഡെൽറ്റ മൈനസും. ഇവിടെ എച്ച് ഡെൽറ്റ പോസിറ്റീവ് ഡെൽറ്റ നെഗറ്റീവ് തമ്മിലുള്ള എനർജിയാണ്, അട്രാക്ഷൻ ആണ് ഡൈപോൾ ഫോഴ്സ്. Dipole forces are attractive force between the positive end of the one polar molecule and the negative end of the another polar molecule. Dipole force have strength that ranges from 5 kilojoule to 20 kilojoule per mole. They are much weaker than ionic or covalent bonds. Covalent electrostatic force of attractions ആരൊക്കെയാണ്, അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്. അതിനേക്കാളും വീക്കർ ആണ്, പക്ഷേ ലണ്ടൻ ഫോഴ്സിനേക്കാളും എന്തായിരിക്കും, സ്ട്രോങ്ങർ ആണ്. അടുത്ത മൂന്നാമത്തെ കാറ്റഗറിയാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ്. ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഒരു പൊളാരിറ്റി ഉള്ള മോളിക്യൂൾ, അതായത് പെർമനന്റ് ഡൈപോൾ ഉള്ള ഒരു മോളിക്യൂളും നോൺ പോളാർ മോളിക്യൂളും തമ്മിൽ ഉള്ള ഇന്ററാക്ഷൻ. അങ്ങനെയുള്ള ഇന്ററാക്ഷനകത്ത് നോൺ പോളാർ മോളിക്യൂളിനും ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ വരുന്നു. കാരണം എന്താണ്, തൊട്ടടുത്ത് നിൽക്കുന്ന മോളിക്യൂൾ ആരാണ്, പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾ ആയതുകൊണ്ട് അതിന്റെ സഹവാസം കാരണം നോൺ പോളാർ മോളിക്യൂളിനും ഒരു പൊളാരിറ്റി ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. Dipole-induced dipole attraction is a weak attraction that results when a polar molecule induces a dipole in an atom or in a non-polar molecule by distributing the arrangement of electrons in the non-polar species. അതായത് നിങ്ങളുടെ മനസ്സിൽ ഇത്രയും മാത്രം വന്നാൽ മതി. ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് ഡൈപോൾ ഉള്ള മോളിക്യൂളും നോൺ പോളാർ മോളിക്യൂളും തമ്മിലുള്ള ഇന്ററാക്ഷൻ വരുമ്പോഴുള്ള അട്രാക്ഷൻ, അല്ലെങ്കിൽ ആ എനർജി ബോണ്ടിനെയാണ് നമ്മൾ പറയുന്നത്. ബോണ്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി വേറൊരെണ്ണം നമുക്ക് കാണാം, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സിനെ തന്നെ അയൺ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ്. അയൺ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് ഇത് പക്ഷേ വാണ്ടർപോൾ ഫോഴ്സിനകത്ത് ഉൾപ്പെടാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഒരു ആനയോണും പോളാർ മോളിക്യൂളും കൂടെ തമ്മിൽ ഒരു റിലേഷൻ വരുന്നു. അതുപോലെ കാറ്റയോണും പോളാർ മോളിക്യൂളും തമ്മിലുള്ള റിലേഷൻ. അവിടെ അയൺ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ അട്രാക്ഷൻ ഇസ് എ വീക്ക് അട്രാക്റ്റീവ് ദാറ്റ് റിസൾട്ട് വെൻ ദ അപ്രോച്ച് ഓഫ് ആൻ അയൺ. ഒരു അയൺ വരുമ്പോൾ, പോളാർ മോളിക്യൂളുമായിട്ട് അടുത്ത് ഒരു അയൺ വരുമ്പോൾ, ആനയോൺ ആകാം കാറ്റയോൺ ആകാം, അവിടെ എന്തുണ്ടാകുന്ന ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അത് പക്ഷെ നമ്മൾ വാണ്ടർപോൾ ഫോഴ്സിന്റെ കൂടെ അല്ല കൂട്ടുന്നത്. നമ്മളിപ്പം 3 മെയിൻ ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ലണ്ടൻ ഫോഴ്സ്, രണ്ടാമത്തത് ഡൈപോൾ ഇന്ററാക്ഷൻ, മൂന്നാമത്തത് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ്. ഓക്കെ, അടുത്താണ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ബോണ്ടാണ്, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ് ഹൈഡ്രജൻ ബോണ്ട്. പക്ഷെ അത് എല്ലായിടത്തും ഒന്നും കാണത്തില്ല ഹൈഡ്രജൻ ബോണ്ട്. അന്നേരം നമുക്കറിയാം
പേര് കേൾക്കുമ്പോഴേ ഹൈഡ്രജൻ എന്നാലും വേണം അല്ലേ. ദ ഹൈഡ്രജൻ ബോണ്ട് ഇസ് എ സ്പെഷ്യൽ ഡൈപോൾ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഹൈഡ്രജൻ ആറ്റം ഇൻ പോളാർ മോളിക്യൂൾ. അതായത് ഹൈഡ്രജൻ്റെ കൂടെ ആരൊക്കെയാണ് വേണ്ടത്? നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഈ 3 ആറ്റങ്ങൾക്കും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയുള്ള ആറ്റംസ് വരുമ്പോൾ ഹൈഡ്രജന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ വരുന്നു. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ട് നമുക്ക് വാട്ടർ മോളിക്യൂളിന്റെ ഇടയ്ക്ക് കാണാൻ പറ്റും. ഹൈഡ്രജൻ ബോണ്ട്, ഹൈഡ്രജനും ഇതാണ് ഹൈഡ്രജൻ പോസിറ്റീവ്, നെഗറ്റീവ് ആണ് ഓക്സിജൻ. അപ്പൊ തമ്മിലുള്ളൊരു അട്രാക്ഷനാണ് ഹൈഡ്രജൻ ബോണ്ട്. അതുപോലെ എഥനോൾ വാട്ടറിനകത്ത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, അമോണിയയ്ക്കകത്ത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഓക്കെ, thermal energy is the energy of the body arising from the motion of its atom and molecule. ഈ പല ആറ്റംസ് കൂടി ചേർന്ന മോളിക്യൂൾസ് ഉണ്ടായിരിക്കുകയാണ്. അവിടുത്തെ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എനർജി ഓഫ് ദ ബോഡി arising from the motion of its atoms and molecule. Thermal energy is directly proportional to the temperature of a substance. It is a measure of the average kinetic energy of the particle of matter and is thus responsible for the movement of particle. The movement of particle is called a thermal motion. Intermolecular forces tend to keep the molecules together, but thermal energy of the molecule tend to keep them apart. നമ്മൾ പഠിച്ചായിരുന്നു ലിക്വിഡിനകത്ത് ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? തിളയ്ക്കുന്നു. ബോയിലിംഗ് പോയിന്റ് അല്ലെ, ബോയിലിംഗ് പോയിന്റ് ഒക്കെ ആകുമ്പോൾ അത് ഇവാപ്പറേറ്റ് ചെയ്ത് ഗ്യാസ് ആയി മാറുന്നു, വേറെ സ്റ്റേജിലേക്ക് പോവുക. Intermolecular forces tend to keep the molecule together, but thermal energy of the molecule tend to keep them apart. The 3 states of matter are result of balance between the intermolecular forces and the thermal energy of the molecule. നമുക്ക് ലിക്വിഡിന് തെർമൽ എനർജി കൊടുത്താൽ അത് എന്തായി മാറുന്നു? അത് ഗ്യാസ് ആയി മാറുന്നു. നമ്മൾ പഠിച്ചായിരുന്നു ഏതാണ്? വേപ്പറൈസേഷൻ, കണ്ടൻസേഷൻ അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല രീതിയിൽ അത് പോകുന്നു എന്നുള്ള, മെൽറ്റിങ്, അങ്ങനെയുള്ള എല്ലാം തെർമൽ എനർജിയുടെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. Now that you have some understanding of the states of matter and their particle, we must look at a property of matter called density. നമുക്കിപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി, മാറ്ററിന്റെ കാര്യങ്ങൾ, അതിന്റെ സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഫേസ് ചേഞ്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു പ്രോപ്പർട്ടി മനസ്സിലാക്കണം, ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. എന്താണ് മാസ്? ദ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ ആൻ ഒബ്ജക്റ്റിനെയാണ് മാസ് എന്ന് പറയുന്നത്. വോളിയം എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് സ്പേസ് ദാറ്റ് ആൻ ഒബ്ജക്റ്റ്. അന്നേരം മാറ്ററിന് മാസ് കൊണ്ട് വോളിയം ഉണ്ട് അല്ലേ. മാസും വോളിയവും മാറ്ററുണ്ടെങ്കിൽ അതിന്റെ ഡെൻസിറ്റി നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ നമുക്ക് ചെയ്യേണ്ടത്? മാറ്ററിന്റെ ഡെൻസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഓക്കെ, അന്നേരം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ ഡെൻസിറ്റി അറിഞ്ഞിരിക്കണം. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ദ റേഷ്യോ ഓഫ് മാസ് ടു വോളിയം ആണ്. The more closely packed the particle, the more dense the substance is. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ ഇൻട്രഡക്ഷൻ പാർട്ടാണ് പഠിച്ചത്. ഇത് നല്ലപോലെ പഠിക്കുക. അതുപോലെ NCERT ടെക്സ്റ്റ് വായിച്ചു നോക്കുക. എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.